ശക്തമായ വെള്ളപ്പാച്ചിലിൽ കിഴിപ്പുള്ളിക്കരയിലെ മുനയം ബണ്ട് തകർന്നു. താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്ത് തീരമിടിയുന്നു. 8 കുടുംബങ്ങൾ ഭീതിയിൽ. കാട്ടൂർ താന്യം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് മുനയം ബണ്ട്. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെ തടയണ തീർത്ത് കനോലി കനാലിൽ നിന്നുള്ള ഉപ്പുവെള്ളം തിരികെ വരാതെ നോക്കാനുള്ള സംവിധാനമാണിത്. ഉപ്പുവെള്ളം തിരികെ കയറി സമീപ പ്രദേശങ്ങളിലെ കൃഷിക്കും ഗാർഹിക ആവശ്യത്തിനുമായുള്ള വെള്ളത്തിനും ദോഷമില്ലാതിരിക്കാനാണ് വർഷം തോറും 40 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് താൽക്കാലിക തടയണ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്നത്. മുളയും ചാക്കും മണ്ണും ചേർത്തുള്ള നിർമ്മിതിയിൽ അഴിമതി ഉണ്ടെന്നുള്ളത് സ്ഥിരം പരാതിയാണ്. കരുവന്നൂർ പുഴ നിറഞ്ഞ വലിയ രീതിയിൽ വെള്ളം എത്തിയപ്പോൾ ബണ്ട് തകർന്ന വെള്ളം കനോലി കനാലിലേക്ക് പ്രവഹിക്കുകയാണ്. ഇതിനൊപ്പം താന്യം പഞ്ചായത്തിലെ കല്ലങ്കരമാട് പ്രദേശത്തുള്ള 8 കുടുംബങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത്. വെള്ളം കുത്തിയൊലിച്ചു പോയി തുടങ്ങിയതു മുതൽ ഇവർ താമസിക്കുന്ന പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രായോഗിക നിർദ്ദേശങ്ങൾ അവഗണിക്കുന്നതും ബണ്ട് തകർച്ചയ്ക്ക് കാരണമായി പറയുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടികൾ വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ മുതൽ കെട്ടിന് മുകളിൽ കൂടെ ഓവർഫ്ലോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമീപവാസികൾ കോൺട്രാക്ടറെയും എയെ വിളിച്ചറിയിക്കുകയും ചെയ്തു. വളരെ നിരുത്തരവാദപരമായിട്ടാണ് കോൺട്രാക്ടറും ഡിപ്പാർട്ട്മെൻറ്റും പെരുമാറുന്നത്. ഇന്നലെ 3 മണി മുതൽ കെട്ടിന് മുകളിൽ കൂടെ വെള്ളം പോയിട്ടും വെറും ഒരാളെ നിർത്തി കുത്താമ്പാറ കൊണ്ട് മുകളിൽ മണ്ണ് നീക്കി ഈ ബണ്ടിൻ്റെ ചെരിഞ്ഞ ഭാഗമായ പടിഞ്ഞാറ് വശത്ത് കൂടി വെള്ളം ഒഴുക്കി വിട്ടതിന് ഫലമായിട്ടാണ് ഇന്ന് കെട്ട് തള്ളി ഈ സൈഡ് മുഴുവൻ തള്ളിപ്പോയത്. ഏകദേശം 10-12 സെൻറ്റ് സ്ഥലം ഇന്ന് ഒലിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോഴും വീട്ടുകാർ ഭീഷണിയിലാണ്. കള വെക്കാനായിട്ട് അത് തുറക്കാണ്ടാണ് ഈ പടിഞ്ഞാറ് സൈഡ് കള തുറന്നത്. അത് ആ മണ്ണെടുത്ത് കയറ്റി വെക്കേണ്ട കാരണം ആ മണ്ണ് കയറ്റിയെടുത്ത് വെക്കേണ്ട കാരണം അവിടെ കള വെക്കാഞ്ഞത്. അത് ആദ്യമേ അവിടെ കിഴക്കേ ഭാഗത്ത് കള വെക്കാന്ന് വെച്ചാൽ ഓവർഫ്ലോ കൊടുത്തിട്ടുണ്ട്. ആ കള തുറക്കാണ്ടാണ് പടിഞ്ഞാറ് സൈഡ് കള വെച്ച് ഈ വീടും ഈ പരിസരം മുഴുവൻ ഈ മണ്ണടിച്ച് കൊടുത്തു. കരുവന്നൂർ ജലപദ്ധതി, കുടിവെള്ള ജലപദ്ധതി, അതുപോലെ തന്നെ മറ്റ് ഇറിഗേഷൻ പദ്ധതികൾ ഇതൊക്കെ നടക്കുന്നത് ഈ മുനയം ബണ്ട് ഇവിടെ കെട്ടിയതിന് ശേഷമാണ്. ഇതിനെല്ലാം ശാശ്വതമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു ജലപദ്ധതി ഇന്നോളം അത് ശാശ്വതമായ ഒരു ബണ്ട് നിർമ്മാണം എന്നത് പൂർത്തീകരിക്കാനാകാതെ ഇന്ന് ജീവന് ഭീഷണിയായിട്ടാണ് ഈ നാട്ടുകാർ ഇന്ന് ജീവിക്കുന്നത്, ഇരുകരകളിലും ജീവിക്കുന്നത്. TCV ന്യൂസ്, തൃപ്രയാർ.